ഹായ് ഗൈസ്, അപ്പോൾ നമുക്കിന്നൊരു എഗ് ഫ്രൈഡ് റൈസ് റെസിപ്പി ഉണ്ടല്ലോ. അപ്പോൾ അത് ആ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് റെസിപ്പിയാണ് കേട്ടോ നമ്മൾ കാണിക്കാൻ പോണത്. അപ്പോൾ അത് ഉരുളിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വെളുത്തുള്ളിയും അതുപോലെ ഒരു സബോള കുനുകുനാന്ന് അരിഞ്ഞിട്ട് നമ്മൾ നല്ലോണം വാട്ടിയെടുക്കുന്നത് കേട്ടോ. അതിലേക്ക് വെജിറ്റബിളായ ബീൻസ്, ക്യാരറ്റ്, ക്യാപ്സിക്കം അതുപോലെ കാലറി ഒക്കെ ഇട്ടിട്ട് നല്ലോണം വാട്ടിയെടുക്കണം കേട്ടോ. അതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ഇട്ടിട്ട് നല്ലോണം വാട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റമാണ് കേട്ടോ നമ്മളിതിൽ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതൊന്ന് വാടി വന്നതിന് ശേഷം കുറച്ചുകൂടി എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് 4 കോഴിമുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം കോഴിമുട്ട നല്ലോണം ചിക്കി എടുക്കണം കേട്ടോ. അതിലേക്ക് കുറച്ച് കുരുമുളക് ഇട്ടിട്ട് കോഴിമുട്ട നല്ലോണം ചിക്കി എടുക്കുക കേട്ടോ. അപ്പോൾ കോഴിമുട്ട നല്ലോണം ചിക്കി എടുക്കണം. അതിലേക്ക് നമ്മൾ കുറച്ച് ടൊമാറ്റോ സോസും അതുപോലെ സോയാ സോസ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ സോയാ സോസ് ഒഴിച്ച് കൊടുക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇങ്ങോട്ട് നല്ലോണം മുട്ട ചിക്കി വെന്ത് വന്നതിന് ശേഷം വെജിറ്റബിളും കൂടി നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മുടെ കുറച്ച് ചോറ് ഇട്ടിട്ട് ചൂട് കൊടുക്കണേ, ഗ്യാസ് ഓൺ ചെയ്തിട്ട് തന്നെ ചൂട് കൊടുക്കണേ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ അടിപൊളി എഗ് ഫ്രൈഡ് റൈസ് സെറ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി ചില്ലി ഗോബി കറിയാണ് കേട്ടോ, ഗ്രേവിയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ നിങ്ങൾക്ക് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ, റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിട്ട് നമ്മൾ ഇന്നത്തെ ഫുഡ് എന്തായാലും കഴിഞ്ഞു. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ, ബായ്.